May I come in, ma'am? Yes, get in. Okay. Take a seat. Thank you, ma'am. മാം ഞാൻ ഇവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്യാമെന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കം PRO ആണ് ഞാൻ. ഓക്കെ, അപ്പം നിങ്ങളെ വർക്ക് വരുന്നത് PRO ആയിട്ട് ഓവറോൾ ഹോസ്പിറ്റലിൽ എല്ലാ കാര്യം നോക്കണം. Okay. എന്താ പറ്റിയ? വിഷം കുടിച്ചാൽ പേരെന്തായിരുന്നു? മൂസിന. മുസിന, വേഗം എമർജൻസിയിലേക്ക് ആക്കൂട്ടോ. ICUലേക്ക് ഒബ്സർവേഷനിൽ വെച്ചോട്ടോ. ഞാനിപ്പോ വരാം. ഇതിലൊന്ന് സൈൻ ചെയ്യണേ. എന്താ ഇത്? ഇത് MLC ഡോക്യുമെന്റ് ആണ്. ഇതിൽ സൈൻ ചെയ്തേ പറ്റൂ. MLC അതെന്താ സംഭവം? ഇങ്ങനെ ലീഗൽ ആയിട്ടുള്ള കേസുകളൊക്കെ നമ്മൾ ഇതിൽ ഫയൽ ചെയ്യും. ഇല്ല അത് സൈൻ ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യണം? ചെയ്തേ പറ്റൂ. ഇല്ല സൈൻ ചെയ്യാൻ പറ്റില്ല. അത് നഴ്സ് ഒന്ന് PROക്ക് കണക്ട് ചെയ്യൂട്ടോ. ഡോക്ടർ ഇവിടെ എന്തായിരുന്നു ഇഷ്യൂ? അല്ല, ഇവരോട് MLCയിൽ സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് സൈൻ ചെയ്തില്ല. അപ്പൊ നിങ്ങളൊന്ന് നല്ലപോലെ പറഞ്ഞു. ഞാൻ പേഷ്യന്റ് സ്റ്റഡി. ഓക്കെ പ്ലീസ് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങളാണല്ലേ മൂസിന്റെ ബൈസ്റ്റാൻഡർ? അപ്പം നിങ്ങൾക്ക് ഈ MLC എന്നുള്ള സംഭവത്തെ പറ്റി എന്തെങ്കിലും മനസ്സിലായില്ല? ഈ MLC എന്ന് പറഞ്ഞ കാര്യം വെച്ചാൽ മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയും. അതായത് ഇതുപോലത്തെ അപകടം സംഭവിച്ചതോ അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തിയിട്ടുള്ള പേഷ്യൻസിനൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, അവരുടെ ആ ഒരു അവർക്ക് പറ്റിയ അപകടത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും, മെഡിക്കൽ റെക്കോർഡ്സിൽ ഞങ്ങൾ അവരെ മെഡിക്കോ ലീഗൽ കേസസ് എന്നിട്ടുള്ള ഒരു കാറ്റഗറി ഞങ്ങൾ ഉൾപ്പെടുത്തും. അതെന്തിനാന്ന് വെച്ചാൽ അവർക്ക് പറ്റിയ അപകടം ആസൂത്രിതമാണോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അവരാൽ തന്നെ സംഭവിച്ചതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാത്ത പക്ഷം ആ പേഷ്യൻറ്റിന് അതിനോടുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടാം, അല്ലാണ്ടെങ്കിൽ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും രീതിയിൽ എന്ത് ചെയ്യാം, അവർക്കൊരു അപായശ്രമം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ നിയമവശം കൂടെ ഞങ്ങൾ കൂട്ടി ഇറക്കിക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ ഹോസ്പിറ്റലിലെ പോളിസി പ്രകാരം ഞങ്ങൾ നടപ്പാക്കുന്നത്. അപ്പോൾ ഇതെല്ലാ ഹോസ്പിറ്റലിലുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ട ഒരു കാര്യമില്ല. നിങ്ങളിപ്പോൾ ഒരു ഒപ്പിട്ട് വെച്ചാൽ നിങ്ങളുടെ പേഷ്യൻ്റ് ഒരിക്കലും ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ എന്ത് ചെയ്യില്ല, നിർത്തി വെക്കുക, കൊടുക്കാതിരിക്കുക ഒന്നും ചെയ്യില്ല. അപ്പോൾ നിങ്ങളിതിപ്പം നിങ്ങളൊന്ന് ഒപ്പിട്ട് തന്നാൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ പേഷ്യൻറ്റിന് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഫർദറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ പ്ലീസ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഒപ്പിട്ട് തരും. ഇത് ഒപ്പിടുന്നതിനെ കൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല? പ്രശ്നം ഒപ്പിട്ടല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റർ കം PRO ആണ്. എന്ത് ബുദ്ധിമുട്ടോ കാര്യമുണ്ടായി നിങ്ങൾക്ക് ഞങ്ങളോട് ബന്ധപ്പെടാം, എന്നോട് ബന്ധപ്പെടാം. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, ഞാൻ അവരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ബന്ധപ്പെടാം. കാരണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോസ്റ്റിലൂടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ്. നിങ്ങൾ ഒപ്പിട്ടോളൂ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുണ്ടാവില്ല. ശരി. Okay, hello everyone, I am Shweeb. So we shot our role play here in front of you, so you all understand that how much a administrator taking a strategical decision and how much they were giving their life and their skills and their knowledge in an organization to develop a great world. They are developing a great world, what our healthcare world. So we think that you all understand and how they are living as a administrator in the world of hospital. So thank you for watching us. Thank you. Have a nice day.